ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അബുദാബിയിൽ തകർന്ന മിസൈൽ അവശിഷ്ടം പതിച്ച് ഇന്ത്യക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. വി വിനോദ് കൂടുതൽ വിവരങ്ങൾ ചേരുന്നുണ്ട്. വിനോദ്, വലിയ പ്രതിസന്ധി ലോകമെമ്പാടും ഉണ്ടാക്കുന്നുണ്ട്. സ്വർണ്ണവില വല്ലാതെ ഉയരുന്നു, മാർക്കറ്റ് ഷെയർ താഴേക്ക് പോകുന്നു, ഇന്ധന പ്രതിസന്ധി അതിരൂക്ഷമാണ്. എന്താണ് നിലവിലത്തെ സാഹചര്യം? എൽദോ, യുദ്ധം അവസാനിക്കുന്ന ഒരു ലക്ഷണവുമില്ല. കാരണം ട്രംപിൻ്റെ സമീപനം പരിശോധിച്ചാൽ അദ്ദേഹം ഓരോ ദിവസവും ഓരോ നിലപാടുകളുമായാണ് രംഗത്ത് വരുന്നത്. നേരത്തെ ഈ ഹോർമുസിലെ കപ്പലുകൾ, മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ അത് കടന്നു പോകുന്നതിന് അവരവർ തന്നെ ആ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ഒരു നിർദ്ദേശമാണ്. പിന്നീട് ഹോർമുസ് പൂർണ്ണമായും തുറന്നു നൽകണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു അന്ത്യശാസനം നൽകുന്നു. പക്ഷേ ഇങ്ങനെ പല നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും ഇറാൻ പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇറാൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളോ അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള കപ്പലുകളോ മാത്രമാണ് ഇറാൻ തടയുന്നത്. മറ്റ് കപ്പലുകൾ തടയുന്ന ഒരു സാഹചര്യമില്ല. ഈ സുരക്ഷിതത്വം കരുതിയാണ് അങ്ങനെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും കപ്പലുകൾക്ക് കടന്നു പോകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഇറാൻ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ തടയുന്നില്ല എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യം ഇറാൻ മറ്റൊരു തരത്തിൽ മുതലെടുക്കുന്നുണ്ട്. കപ്പലുകൾ കടന്നു പോകുന്നതിന് ഏതാണ്ട് 18 കോടി രൂപ ഇതിൽ നിന്ന് ഒരു താരിഫായി ഈടാക്കാനുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതായത് യുദ്ധത്തിന് വലിയ ചിലവ് വരുന്നുണ്ട്. ഇറാനിൽ ഈ പുനർനിർമ്മാണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു താരിഫിൻ്റെ കാര്യത്തിലേക്ക് ഇറാൻ കടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. മാത്രമല്ല, ഇന്ത്യ മറ്റിടങ്ങളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് നിൽക്കുന്നത്. അബുദാബിയിൽ ഒരു ഇന്ത്യക്കാരന് കൂടി പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിൽ രാജ്യത്തെ പൗരന്മാർക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ മുൻകരുതലുകളും അത്തരം നടപടികളുമായി രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. മറ്റൊന്ന്, എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില അത് ഗണ്യമായി ഇടിയുകയാണ്. ഇന്നിപ്പോൾ 1 ലക്ഷത്തിൽ താഴെ എന്ന നിലയിലേക്ക് സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. ജനുവരിയിലാണ് ഇത്തരമൊരു വിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത് ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ്. അതേസമയം ഇന്ധന വിലയാകട്ടെ ഗണ്യമായി ഉയരുകയും ചെയ്യുന്നു. $100 മുകളിൽ എന്ന കാര്യം ബാരലിന് എന്നത് ആ നിലയിൽ തന്നെ തുടരുകയാണ്. ഓഹരി വിപണിയിൽ വലിയ തകർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഈ നിക്ഷേപകർക്ക് ഏതാണ്ട് 13 ലക്ഷം കോടി രൂപ നഷ്ടമായതായാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. സെൻസെക്സ് 1600 പോയിന്റ്, നിഫ്റ്റി 22,650 പോയിന്റും തകർന്നു. ആ തരത്തിലുള്ള കണക്കുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഈ കോവിഡ് സമയത്താണ് ഇത്തരത്തിലൊരു തകർച്ച നേരത്തെ രേഖപ്പെടുത്തിയത്. അതിനുശേഷം ആദ്യമായാണ് ഓഹരി വിപണിയിൽ ഇത്രയും വലിയ തകർച്ച ഉണ്ടാകുന്നത്. എൽദോ, എന്നാൽ യുദ്ധ സാഹചര്യത്തിൽ ഓഹരി വിപണിയിൽ വലിയ തകർച്ചയുണ്ടായി. സ്വർണ്ണവിലയിലും റെക്കോർഡ് ഇടിവാണ് സംഭവിച്ചത്. 1 ലക്ഷത്തിൽ താഴേക്ക് സ്വർണം വന്ന് പതിച്ചു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. വി വിനോദാണ് വിവരങ്ങൾ ചേർന്നത്.